കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം സമാഗതമാകുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് മറ്റൊരു ശബരിമല പോരാട്ടമാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉയർത്തുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ കേരള രാഷ്ട്രീയം വീണ്ടും ശബരിമല എന്ന വൈകാരികമായ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ തീരുമാനിച്ചത് വെറും ഒരു നിയമ നടപടിയായി മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ വരാനിരിക്കുന്ന ഭരണഗതി നിശ്ചയിക്കുന്ന രാഷ്ട്രീയ ഭൂകമ്പമായാണ് വിലയിരുത്തപ്പെടുന്നത്. മാർച്ച് പകുതിയോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാനിരിക്കെ ഏപ്രിലിൽ സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്ന വാദപ്രതിവാദങ്ങൾ കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുവോ അത്രത്തോളം തന്നെ നിർണായകമാകും വരാനിരിക്കുന്ന നിയമസഭാ ഫലവും. 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം കേരളം കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധ പരമ്പരകളായിരുന്നു. അന്ന് പിണറായി സർക്കാർ സ്വീകരിച്ച കർക്കശമായ നിലപാട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ആ ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ ഭരണപക്ഷം അങ്ങേയറ്റം ജാഗ്രത പുലർത്തുമ്പോൾ സർക്കാരിന്റെ പഴയ നിലപാടുകളെയും ഇപ്പോഴത്തെ ഇരട്ടത്താപ്പിനെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനാണ് പ്രതിപക്ഷമായ UDFും അതുപോലെ BJPയും ലക്ഷ്യമിടുന്നത്. ഇതിനിടയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആരോപണങ്ങളും ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക വിവാദങ്ങളും രാഷ്ട്രീയ ആയുധങ്ങളായി പുറത്തു വരുന്നത്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ കാലങ്ങളായി മാറിമറിഞ്ഞ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളതെല്ലാം. 2007 VS അച്യുതാനന്ദൻ സർക്കാരാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം ആകാമെന്ന വിപ്ലവകരമായ നിലപാട് ആദ്യമായി സുപ്രീം കോടതി അറിയിക്കുന്നത്. അന്ന് നൽകിയ സത്യവാങ്മൂലം പിന്നീട് പലതവണയായി രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. എന്നാൽ 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വിശ്വാസികളുടെ വികാരവും ആചാരങ്ങളുടെ പവിത്രതയും കണക്കിലെടുത്ത് ഈ നിലപാട് തിരുത്തുകയും ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകുകയും ചെയ്തു. പക്ഷേ അതേ വർഷം തന്നെ അധികാരമേറ്റ പിണറായി സർക്കാർ വീണ്ടും നിലപാട് മാറ്റുകയും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് പഴയ VS സർക്കാരിന്റെ പാതയിലേക്ക് മടങ്ങുകയും ചെയ്തു. 2017 കോടതി വാദം കേൾക്കുമ്പോഴും സർക്കാർ ഈ ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഫലമായാണ് 2018 സെപ്റ്റംബർ 28 ചരിത്രപരമായ വിധി വരുന്നത്. എന്നാൽ ആ വിധി നടപ്പിലാക്കാൻ സർക്കാർ കാണിച്ച അമിതമായ ആവേശം കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു എന്നുള്ള തിരിച്ചറിവ് ഇന്ന് CPMനെ ഭയപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി 9 അംഗ ബെഞ്ചിന് മുന്നിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത്. NSS ഉൾപ്പെടെയുള്ള പ്രബല സാമുദായിക സംഘടനകൾ, അതുപോലെ തന്നെ SNDP അടക്കമുള്ള സംഘടനകൾ സർക്കാരിന്റെ ഓരോ നീക്കങ്ങളെയും അതീവ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സാമുദായിക നേതാക്കളുടെ അടുക്കാൻ ശ്രമിക്കുന്ന സർക്കാർ കോടതിയിൽ പഴയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് കലണ്ടറും അതുപോലെ കോടതിയുടെ കലണ്ടറും ഒരുപോലെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇക്കുറി ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 7 മുതൽ 22 വരെയാണ് സുപ്രീം കോടതി അന്തിമ വാദം കേൾക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥികൾ വോട്ടർമാരുടെ വീട്ടുപടിക്കൽ നിൽക്കുന്ന സമയത്ത് ഡൽഹിയിലെ കോടതി മുറികളിൽ ശബരിമല ആചാരങ്ങളെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. അവിടെ വലിയ ചർച്ചയാകും. അതിവിടെ ഓരോ വീട്ടിലും പ്രകമ്പനം ഉണ്ടാക്കുകയും ചെയ്യും. ഏപ്രിൽ 7 മുതൽ 9 വരെ ഹർജിക്കാരെയും ആചാര സംരക്ഷകരെയും കോടതികൾ കേൾക്കുകയും ചെയ്യും. ഏപ്രിൽ 14 മുതൽ 16 വരെ വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദം നടക്കുകയും ചെയ്യും. ഏപ്രിൽ 22 വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിവെക്കാനാണ് കോടതിയുടെ നീക്കങ്ങളെല്ലാം. ഈ ഓരോ ദിവസവും കേരളത്തിലെ വാർത്താ ചാനലുകളിലും ചർച്ചാവേദികളിലും അതുപോലെ ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ഡിബേറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളിലും ശബരിമല നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചർച്ചയായതാണ്, പാട്ട് വലിയ ചർച്ചയായതാണ്. അങ്ങനെ ആ പാട്ട് കൊണ്ട് തന്നെ CPM പലയിടത്തും തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷ പാർട്ടികൾ പലയിടത്തും തോറ്റു തുന്നം പാടുന്ന അവസ്ഥയുണ്ടായി. ഒരു പാട്ട് തന്നെ ഈ അവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ വരാൻ പോകുന്ന വിധി എത്രത്തോളം, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഹിയറിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് CPMനെ പോലും നടക്കുന്നൊരു കാര്യം. ശബരിമല 2.0 എന്ന നിലയിൽ ഈ വിഷയം വീണ്ടും ഉയർത്താൻ നടത്തിയ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണത്. നമുക്കറിയാം, ഇതിനെ സുവർണാവസരമായി കണ്ടു നടന്ന ചില ആൾക്കാർ ഉണ്ടായിരുന്നതാണ്. അന്ന് അവർ അതിനെ സുവർണാവസരമാക്കി മാറ്റിയതുമാണ്. അത് ഇനിയും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ CPMനെയും ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇതിനോടകം തന്നെ പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്രം പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതോടെ കേന്ദ്രം ഭക്തർക്കൊപ്പം നിൽക്കുന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ആ പറഞ്ഞ സുവർണാവസരം ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാട് മയപ്പെടുത്തുമോ അതോ പഴയ നവോത്ഥാന നായകന്റെ കുപ്പായം തന്നെ അണിയുമോ എന്നതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. കാരണം അവർ കൃത്യമായി അന്നൊരു നിലപാടെടുത്തിരുന്നു, സ്ത്രീ പ്രവേശനം ഞങ്ങൾ നടത്തുമെന്നുള്ളത്. ആ നിലപാടിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിന് പലരും മറുപടികൾ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് പോകുന്നത്. പലരോടും ചോദിക്കുമ്പോൾ, അതായത് ഇടതുപക്ഷ നേതാക്കന്മാരോടും മന്ത്രിമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് സമയമുണ്ടല്ലോ, ഇപ്പോഴേ എടുത്തു ചാടി തീരുമാനമെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അവർ പറയുന്നതെങ്കിലും അവരുടെ മനസ്സിലും ഈ നെഞ്ചെടുപ്പ് കൂടുന്ന സാഹചര്യമാണുള്ളത്. കാരണം
2018 യുവതി പ്രവേശനത്തിന് ഏറ്റവും മുന്നിൽ നിന്നതും മുൻകൈ എടുത്തതും സർക്കാരാണ്, അതായത് CPM സർക്കാരും പിണറായി വിജയനുമാണ്. അങ്ങനെ വരുമ്പോൾ അതേ നിലപാട് തന്നെയാണോ ഇനിയും ഉണ്ടാകുന്നത്? പ്രത്യേകിച്ചൊരു തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന ഈ വേളയിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് വീണ്ടും അതേ നിലപാട് തന്നെ CPM ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇനി അതല്ല, വോട്ടിന് വേണ്ടി ആ നിലപാട് മാറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. യുവതി പ്രവേശന വിവാദം മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട പല അഴിമതി ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ക്രമക്കേടുകളും PRD വഴിയുള്ള അമിത പ്രചരണങ്ങളുമെല്ലാം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധങ്ങളായി മാറ്റിക്കഴിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഭരണകൂടത്തിനെതിരെയുള്ള വലിയൊരു ആയുധമായി മാറുകയും ചെയ്യും. വിശ്വാസികളുടെ പണം സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള വികാരം പടർത്താൻ പ്രതിപക്ഷത്തിന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിന്റെ നിലപാടുകളെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്രയിലുടനീളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ സത്യവാങ്മൂലം തിരുത്താൻ വെറും 10 മിനിറ്റ് മതിയെന്നും, എന്നാൽ സർക്കാർ ഭക്തരെ കബളിപ്പിക്കാൻ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. സമുദായ സംഘടനകളെ പീഡിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും കോടതിയിൽ പോയി സത്യവാങ്മൂലം തിരുത്താത്തത് കാപട്യമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നിയമമന്ത്രി P രാജീവ് നൽകുന്ന മറുപടികളാകട്ടെ ആരെയും തൃപ്തിപ്പെടുത്താത്ത രീതിയിലുള്ളത് കൂടിയാണ്. യെസ് ഓർ നോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് സർക്കാരിന്റെ ആശയക്കുഴപ്പം കൂടിയാണ് തുറന്നു കാട്ടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാടും ഇക്കുറി ഏറെ നിർണായകം കൂടിയാണ്. വിശ്വാസികളുടെ വികാരം മാനിക്കണമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ബോർഡിനുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മറികടന്ന് സ്വതന്ത്രമായ ഒരു നിലപാടെടുക്കാൻ ദേവസ്വം ബോർഡിനും കഴിയുകയില്ല. എങ്കിലും വോട്ട് ബാങ്കിൽ വിള്ള വീഴാതിരിക്കാൻ അതീവ ജാഗ്രതയോടെ കേസിനെ സമീപിക്കാനാണ് സർക്കാർ അണിയറയിൽ പ്ലാൻ ചെയ്യുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാവുകയും ചെയ്യും, കാണാനും സാധിക്കും. കോടതി വിധി എന്തു തന്നെയായാലും അത് നടപ്പാക്കുമെന്ന് അദ്ദേഹം പറയുമ്പോഴും അത് വിശ്വാസികളെ ചൊടിപ്പിക്കാത്ത രീതിയിലാക്കാൻ പാർട്ടി പ്രത്യേകം ശ്രമിക്കുന്നുമുണ്ട്. ശബരിമല വിഷയത്തിന് പുറമെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകുന്നത് ഉൾപ്പെടെയുള്ള മതപരമായ ആഘോഷങ്ങളും 9 അംഗ ബെഞ്ച് പരിശോധിക്കുന്നുമുണ്ട്. ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. മതപരമായ മൗലികാവകാശങ്ങളിൽ കോടതിക്ക് എത്രത്തോളം ഇടപെടാമെന്ന കാര്യത്തിൽ വലിയൊരു ചർച്ച തന്നെ വരാനിരിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സത്യവാങ്മൂലം തന്നെയാണ് ശരിയെന്നും LDF സർക്കാർ അത് കോടതിയിൽ സമർപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. KC വേണുഗോപാലും VD സതീശനും സർക്കാരിന്റെ അഴകുഴമ്പ നയത്തെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളുടെ വോട്ട് വേണം, എന്നാൽ തങ്ങളുടെ പിടിവാശി ഉപേക്ഷിക്കില്ല എന്നുള്ള സർക്കാരിന്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. 9 അംഗ ബെഞ്ചിന്റെ തീരുമാനം വരാനിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയിൽ പുനഃപരിശോധന ഹർജികൾ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചത് രാഷ്ട്രീയമായി വലിയ വിവാദമായിരിക്കുക കൂടിയാണ്. സർക്കാർ മാപ്പ് പറയണമെന്നാണ് സതീശൻ ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, മറിച്ച് ഒരു വിഭാഗം വിശ്വാസികളുടെ വികാരം അളക്കുന്ന അളവുകൾ കൂടി ഇത് മാറുകയും ചെയ്യും, അതായത് അളവുകൾ കൂടിയായി ഇത് മാറുകയും ചെയ്യും. ഏപ്രിൽ മാസത്തിലെ കോടതി നിരീക്ഷണങ്ങൾ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും പ്രതിഫലിക്കുകയും ചെയ്യും. വോട്ട് ലക്ഷ്യം വെച്ച് നിലപാട് മാറ്റുന്നവരും ആചാരം സംരക്ഷിക്കാൻ പോരാടുന്നവരും തമ്മിലുള്ള യുദ്ധമായി ഇത് മാറുകയും ചെയ്യും. ഒരു ഭാഗത്ത് ആചാര സംരക്ഷകരും മറുഭാഗത്ത് വോട്ടിന് വേണ്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നോ അതോ മാറ്റമുണ്ടോ എന്നറിയുന്ന മറ്റൊരു ഭാഗമാണ് ഇവിടെ കളത്തിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്. ശബരിമലയിലെ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെങ്കിലും ഈ വിഷയം ഉണ്ടാകുന്ന വൈകാരിക തരംഗം തടയാൻ ആർക്കും കഴിയുകയുമില്ല. ഭക്തരുടെ മനസ്സിനൊപ്പം നിൽക്കുന്നവരാണോ അവർക്ക്, അല്ലെങ്കിൽ നിൽക്കുന്നവർ ആരാണോ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കുന്നതും വ്യക്തമായ കാര്യമാണ്. സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലെ ഓരോ വാക്കും ഓരോ വോട്ടിനെ സ്വാധീനിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്നും വരുന്ന ഓരോ വാർത്തയും കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി തന്നെ മാറ്റിമറിക്കുന്നത് കൂടിയായിരിക്കും. അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം വോട്ടായി മാറുമോ അതോ സർക്കാരിന്റെ പുതിയ നിലപാട് അവരെ തണുപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം കൂടിയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശബരിമല നൽകുന്ന പാഠങ്ങൾ ഇത്തവണയും നിർണായകമാകുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. കാര്യം നമുക്കറിയാം 2018 എന്താണോ നടന്നത് അത് തന്നെയാണ് ഇനി ആവർത്തിക്കാൻ പോകുന്നതെന്ന് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് ശക്തമായി ആഗ്രഹിക്കുമ്പോൾ. കാരണം ആലോചിക്കണം, നമുക്കിവിടെ സുവർണാവസരം തേടി നടന്ന ഒരു വിഭാഗം ആൾക്കാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാകും. ഇവർക്ക് വീണ്ടും സുവർണാവസരം നൽകാൻ CPM മുന്നോട്ട് പോകുമോ അതോ അവരുടെ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. മാത്രമല്ല, അന്ന് ഉമ്മൻചാണ്ടി നൽകിയ സത്യവാങ്മൂലത്തിൽ അതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറഞ്ഞത്. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കുമോ അതല്ല അതിൽ നിന്ന് മാറ്റുമോ എന്നുള്ളതും ഇനി CPM-ന്റെ കയ്യിലാണ്ടിരിക്കുന്നത്, സർക്കാരിന്റെ കയ്യിലാണ്ടിരിക്കുന്നത്. അവർ വോട്ടിന് വേണ്ടി എന്താണ് തീരുമാനിക്കാൻ പോകുക എന്നുള്ളതും നിർണായകമായി മാറുകയും ചെയ്യും.